ഇൻസ്റ്റൻ്റായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഒരു വലിയ തക്കാളി, 3-4 വെണ്ട, 2 മുരിങ്ങ, 2-3 തണ്ട് കറിവേപ്പില നന്നായി കഴുകി മുറിച്ച് മാറ്റി വയ്ക്കുക. അരപ്പിന് വേണ്ടിയുള്ള 1 ടീസ്പൂൺ മുഴുമല്ലി, 6-7 ഉണക്കമുളക്, ഉലുവ, ചെറിയുള്ളി ഇവയും മാറ്റി വയ്ക്കുക. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും മാറ്റി വയ്ക്കണം. 1 ഗ്ലാസ് വെള്ളത്തിന് 1/4 കപ്പ് സാമ്പാർ പരിപ്പ് എന്ന അളവിലാണ് സാമ്പാർ പരിപ്പ് കഴുകി കുക്കറിലേക്ക് ഇടുന്നത്. കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളക് നെടുകെ കീറിയതും കൂടെ ഇതിലേക്ക് ചേർക്കണം. സാമ്പാർ പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് വേണം വിസിൽ കണക്കാക്കാനായിട്ട്. 2-3 വിസിൽ വരുന്നത് വരെ നമ്മളത് വേവിക്കേണ്ടതാണ്. അതേസമയം മറ്റൊരു പാനിൽ അരപ്പിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വഴറ്റിയെടുക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ മുഴുമല്ലി ചേർക്കുന്നു. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇവയെല്ലാം നമുക്ക് വഴറ്റേണ്ടതുണ്ട്. ആദ്യം ചേർക്കുന്നത് മല്ലിയാണ്. അതിനുശേഷം 7-8 ഉണക്കമുളക് നമ്മുടെ അഭിരുചി അനുസരിച്ച് എരിവിൻ്റെ അളവനുസരിച്ച് ചേർക്കാവുന്നതാണ്. 2-3 ചെറുള്ളിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് 2 പിഞ്ച് ഉലുവ കൂടെ ചേർക്കുന്നു. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതിന് തൊട്ട് മുന്നേ 2 പിഞ്ച് പൊടിക്കായം കൂടെ ചേർക്കുന്നു. നന്നായി വഴണ്ട് ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ കോരി നമ്മൾ മാറ്റി വയ്ക്കുന്നു. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നമുക്കിത് അരച്ച് എടുക്കേണ്ടതാണ്. മിക്സി ഉപയോഗിച്ച് നന്നായി അരച്ച് എടുത്തു വയ്ക്കണം. ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ വെണ്ട, മുരിങ്ങ, തക്കാളി ഇവ വഴറ്റിയെടുക്കുന്നത് സാമ്പാറിൽ പുതുതായി ഉണ്ടാക്കുന്നവർക്ക് നല്ലൊരു ടിപ്പാണ്. അങ്ങനെ വഴറ്റിയെടുക്കുന്നത് പച്ചക്കറികൾ പെട്ടെന്ന് ഉടഞ്ഞു പോവാതിരിക്കാൻ ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവാതെ രുചിയോടെ സാമ്പാർ കിട്ടുന്നതായിരിക്കും. തക്കാളി അവസാനം മാത്രം ചേർക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ഉപ്പ് നമുക്ക് ചേർക്കാവുന്നതാണ് ഇങ്ങനെ വഴറ്റുമ്പോൾ. വെന്തിരിക്കുന്ന പരിപ്പിലേക്ക് ഈ ഒരു പച്ചക്കറികൾ നമുക്ക് മാറ്റാവുന്നതാണ്. ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുന്നതാണ്. അധികം വെള്ളം ചേർക്കാതെ അരപ്പ് തയ്യാറാക്കേണ്ടതാണ്. വെന്ത് വന്നിരിക്കുന്ന പച്ചക്കറികളിലേക്ക് പുളി വെച്ചിരിക്കുന്ന പുളി ചേർക്കുക. കൂടെ 1 ഗ്ലാസ് വെള്ളവും ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് പുളിയുടെ വേവ് ആയതിനു ശേഷം മാത്രം അരപ്പ് ചേർക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പുളിക്ക് പ്രത്യേകമായൊരു വേവുണ്ട്. ആ ഒരു വേവ് അറിഞ്ഞു വേണം അരപ്പ് ചേർക്കാനായിട്ട്. നന്നായി വെന്ത് വരുമ്പോൾ അരപ്പ് ചേർക്കാവുന്നതാണ്.
അരപ്പ് ചേർത്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. വെള്ളം ആവശ്യമാണെങ്കിൽ വെള്ളവും ഇപ്പോൾ തന്നെ ചേർത്ത് കൺസിസ്റ്റൻസിയൊക്കെ ക്ലിയർ ആക്കി വെക്കുക. ഇനി ഒരു തിള നന്നായി തിളച്ചതിന് ശേഷം വറവിന് വേണ്ട കാര്യങ്ങൾ നോക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പും ആ ഒരു സമയം ചേർക്കേണ്ടതാണ്, മറന്നുപോകരുത്. വറവിനായിട്ട് വെളിച്ചെണ്ണ, കടുക് പൊട്ടിക്കുന്നു, ഉണക്കമുളക്, 2-3 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് വറവിനായിട്ട് ഉപയോഗിക്കുന്നു. വളരെ സ്വാദിഷ്ടമായതും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാവുന്ന ഒരു സാമ്പാർ കൂട്ടാണിത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദിഷ്ടമായി.